ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. സർവശാസ്ത്രങ്ങളുടെയും പ്രവക്താവായ, വിശേഷിച്ച് സംസാരിക്കാൻ പ്രാപ്തിയുള്ള അസുരന്മാരുടെ ആചാര്യൻ ആ ശുക്രനെ ഞാൻ നമസ്കരിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകർ, ശുക്രൻ തൻ്റെ നീചരാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. നാം പറയാറുണ്ട്, ഏത് കയറ്റത്തിനും ഒരു ഇറക്കമുണ്ടെന്ന്. ശുക്രൻ്റെ ഉച്ചക്ഷേത്ര മീനത്തിലാണ്. അതൊക്കെ കഴിഞ്ഞ് ശുക്രനിത തൻ്റെ നീചക്ഷേത്രത്തിലേക്ക്, ഉച്ചക്ഷേത്രത്തിൻ്റെ 7ാമത്തെ രാശിയിലാണ് ആ ഗ്രഹത്തിൻ്റെ നീചരാശി വരുന്നത്. ശുക്രൻ്റെ ഉച്ചക്ഷേത്രം മീനത്തിലാണ്. ഇവിടെ കന്നിയിലാണ് ശുക്രൻ്റെ നീചക്ഷേത്രം എന്ന് നിങ്ങൾ അറിയുക. ശുക്രനെ കൊണ്ടാണ് ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും നാം ചിന്തിക്കേണ്ടത്. സ്ത്രീകൾ, ആഭരണങ്ങൾ, ഭൗതിക സുഖം, നല്ല ഭക്ഷണം, നല്ല സുഹൃത്തുക്കൾ, യാത്ര, ഓൾ മെറ്റീരിയൽ പാർട്ട് ഓഫ് ലൈഫ്. ഭൗതിക സുഖത്തിന് എന്തൊക്കെയുണ്ട് അതിൻ്റെയൊക്കെ കാരകനാണ് ശുക്രൻ എന്നറിയുക. ശുക്രൻ അനിഷ്ടസ്ഥനായാൽ വലിയ പ്രയാസങ്ങളുണ്ടാവും. പലരും സ്ത്രീ വിഷയത്തിലൊക്കെ പെട്ടുപോകും. പലരുടെയും ബന്ധങ്ങൾ, ഫാമിലി ലൈഫ് തകർന്ന് തരിപ്പണമാകും. ദാമ്പത്യത്തിൽ ധാരാളം ഈ ശുക്രൻ ഈ രാശിയിൽ നിൽക്കുന്ന, കന്നി രാശിയിൽ നിൽക്കുന്ന 32 ദിവസം കേസുകളൊക്കെ ധാരാളം വരും. നിസ്സാര കാര്യങ്ങൾക്കൊക്കെ പോക്സോ കേസുകൾ വരിക, അല്ലെങ്കിൽ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുക, ദമ്പതികൾ പരസ്പരം കലഹിച്ച് കോടതിയിൽ പോവുക, പോലീസ് സ്റ്റേഷനിൽ പോവുക, പരസ്പരം പഴിചാരുന്ന ഒരു ദൗർഭാഗ്യകരമായ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു 32 ദിവസങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്, ജ്യോതിശാസ്ത്രത്തിൽ നമ്മുടെ മുന്നിലുള്ളത്. ശുക്രൻ എപ്പോഴാണ് മാറുന്നത്? ശുക്രൻ ഓഗസ്റ്റ് 1-ാം തീയതി മാറി. ഇനി ശുക്രൻ സെപ്റ്റംബർ 2 വരെ 32 ദിനങ്ങളാണ് ശുക്രൻ തൻ്റെ നീചരാശിയിൽ നിൽക്കുന്നത്, കന്നിരാശിയിൽ നിൽക്കുന്നത്. അതിനാൽ എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കണം. വ്യക്തിബന്ധങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക. തൻ്റെ ഓപ്പോസിറ്റ് സെക്സിനോട് പെരുമാറുന്നതും ഇതൊക്കെ തന്നെ വളരെ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഇതുമൂലമുണ്ടാകുന്ന അപകടങ്ങൾ ധാരാളം സംഭാവ്യമാണ്. വളരെ ശ്രദ്ധിക്കുക എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. നാം മേടരാശി മുതൽ 12 രാശിക്കാർക്കും ഈ ശുക്രൻ എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകേരി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ ഇടവൻ രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് നല്ലൊരു ഭാവത്തിലാണ്, 5-ാം ഭാവത്തിലാണ്. ശുക്രൻ 2 ഭാവങ്ങളുടെ അധിപനാണ്. ഒന്ന് ഇടവൻ രാശ്യധിപനാണ്, മറ്റൊന്ന് 6-ാം ഭാവം ശത്രുഭാവത്തിൻ്റെ അധിപനുമാണ്. ഇവിടെ ശുക്രൻ നിൽക്കുന്നത് 5-ാം ഭാവത്തിലാണ്. ലഗ്നാധിപനായ ഗ്രഹമാണ്, ഇടവൻ രാശിയുടെ അധിപനാണ്, നീചസ്ഥനാണ്. എങ്കിലും അത് 5-ാം ഭാവത്തിൽ നിൽക്കുന്നു, കന്നിരാശിയിൽ നിൽക്കുന്നു. പലപ്പോഴും കന്നിരാശിയിൽ വളരെയധികം ദോഷഫലങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ശുക്രന് അതിനീചകർമ്മ എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. അത്യന്തം നീചമായ കർമ്മങ്ങളിൽ ഇടപെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ 5-ൽ നിൽക്കുന്ന ശുക്രൻ പഠന വിഷയങ്ങൾക്കൊക്കെ ഒരു സഹായകരമായൊരവസ്ഥയെ സൃഷ്ടിക്കുന്നതാണ്. സന്താനങ്ങൾക്ക് വളരെയധികം ഗുണങ്ങൾ തരുന്നതാണ്. ചമത്കാരി ചിന്താമണിയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: സുപുത്രേവിക്കും എസ് ശുക്രമെന്ന പുത്രേ. 5-ൽ ശുക്രൻ ഇല്ലെങ്കിൽ നല്ല മക്കൾ ഉണ്ടായിട്ട് കാര്യമില്ല. പ്രയാസേന കിമ്യോ എന്ന സമ്പാദിതാർത്ഥ. താൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ധനം കൊണ്ട് എന്ത് കാര്യമാണ് ഉണ്ടാകുന്നത്? ഉദർക്കമ്പിനാമന്ത മൃഷ്ടാശനാഭ്യം അധീത്വേന കിംജത് കവിത്വേന ശക്തി. ഇവിടെ കവിത്വ രചനാത്മകമായ വിഷയങ്ങളിലൊക്കെ തന്നെ ഇടവൻ രാശിക്കാർക്ക് വലിയ ഗുണമുണ്ട്. അവരുടെ സൃഷ്ടികളെ അംഗീകരിക്കപ്പെടുന്ന അവസ്ഥ വരും. ഇവിടെ ഗ്രഹം നീചസ്സനാവട്ടെ, പക്ഷേ രാശി അധിപനാണെന്നറിയുക. അതിനാൽ വലിയ ദോഷങ്ങളില്ല. സന്താന വിഷയങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. പലപ്പോഴും മക്കളെ സ്നേഹിച്ച് തനിക്ക് തിരിച്ചിങ്ങോട്ടേക്ക് ആ സ്നേഹം വേണ്ടത്ര കിട്ടിയെന്ന് വരില്ല. അത് മാനസിക മറ്റുള്ള അസ്വസ്ഥതകളെ പ്രദാനം ചെയ്യപ്പെടുമെന്ന് മാത്രം മനസ്സിലാക്കുക. വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ല. നന്നായി ദേവിപ്രീതി ചെയ്യുക. 5-ാം ഭാവത്തിൽ മന്ദസ്ഥാനത്ത് ശുക്രനാണ്. ശുക്രൻ ദേവിയാണ്. ആവതിക്കും കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായാഹ. ആപത്ത് വരുമ്പോൾ അമ്മയെ ഭജിക്കുക. തൽസ്മരണം കിം കരോതി ബ്രഹ്മാദീനവി കിങ്കരി കരോതി. ബ്രഹ്മാവിനെ പോലും തൻ്റെ അടിമയാക്കാൻ പറ്റും. അത്ര നന്നായി ദേവിയെ ഭജിച്ചാൽ എന്നാണ് ആര് പറയുന്നത്? ഇവിടെ ആചാര്യന്മാർ, നമ്മുടെ ഋഷിവര്യന്മാർ സമർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു 32 ദിവസം ഇടവൻ രാശിക്കാർക്ക് നേരുന്നു. നന്ദി, നമസ്തേ.